പണ്ട് ഒരു ചെറിയ ഗ്രാമത്തിലെ വീട്ടിൽ ഒരു നായയും പൂച്ചയും കോഴിയമ്മയും ചേർന്ന് സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. അവർ തമ്മിൽ നല്ല സൗഹൃദമായിരുന്നു. നായ വീട്ടുകാവൽ നോക്കും, പൂച്ച എലികളെ പിടിക്കും, കോഴിയമ്മ ദിവസവും മുട്ടയിട്ട് വീട്ടുകാരെ സന്തോഷിപ്പിക്കും. അങ്ങനെ അവരുടെ ജീവിതം വളരെ സുഖമായി മുന്നോട്ടു പോയി. ഒരു ദിവസം കോഴിയമ്മയ്ക്ക് പെട്ടെന്ന് അസുഖമായി. ശരീരം വല്ലാതെ ക്ഷീണിച്ചു. നടക്കാനും ഭക്ഷണം കഴിക്കാനും പോലും ബുദ്ധിമുട്ടായി. അവൾ തൻ്റെ കൂട്ടിനുള്ളിൽ ശാന്തമായി കിടന്നു. ഇതറിഞ്ഞ നായ ഉടൻ കോഴിയമ്മയുടെ അടുത്തേക്ക് ഓടിയെത്തി. എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് അവൻ ഇടയ്ക്കിടെ അവളെ കാണാൻ വരുമായിരുന്നു. അയൽ വീട്ടിലെ മറ്റു മൃഗങ്ങളും കോഴിയമ്മയെ കാണാനെത്തി. ചിലർ പഴങ്ങൾ കൊണ്ടുവന്നു, ചിലർ ധാന്യങ്ങൾ കൊണ്ടുവന്നു. എല്ലാവരും അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ പൂച്ചയ്ക്കിതിലൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. അവൻ സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി നടന്നു. ദിവസങ്ങൾ കടന്നുപോയപ്പോൾ കോഴിയമ്മയുടെ അവസ്ഥ വീണ്ടും മോശമായി. ഞാൻ ഇനി രക്ഷപ്പെടുമോ എന്ന ആശങ്ക പോലും അവളെ അലട്ടിത്തുടങ്ങി. അപ്പോഴാണ് പൂച്ച ഒരു കാര്യം ചിന്തിച്ചത്. അയ്യോ, എല്ലാവരും എന്നോട് എന്ത് വിചാരിക്കും? കോഴിയമ്മയെ ഒരിക്കൽ പോലും കാണാൻ പോയില്ലെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്നോട് ദേഷ്യം തോന്നും. എന്തായാലും ഒന്ന് പോയി കാണണം. അങ്ങനെ മറ്റുള്ളവർക്ക് മുന്നിൽ നല്ലവനായി തോന്നാൻ വേണ്ടി പൂച്ച കടയിൽ നിന്ന് കടം വാങ്ങിയ ഒരു വലിയ മീനെടുത്ത് കോഴിയമ്മയുടെ കൂട്ടിലേക്ക് നടന്നു. അവളുടെ മുന്നിലെത്തി പൂച്ച വലിയ വിഷമമുള്ള ശബ്ദത്തിൽ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി, നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്? നിന്നെ കാണാൻ കുറച്ചു വൈകിപ്പോയി. എന്നോട് ക്ഷമിക്കണം. വീട്ടിൽ എലികളെ പിടിക്കുന്ന തിരക്കിലായിരുന്നു ഞാൻ. പക്ഷെ വിശ്വസിക്കൂ, എപ്പോഴും നിന്റെ കാര്യം തന്നെയായിരുന്നു എന്റെ ചിന്ത. അങ്ങനെ പറഞ്ഞുകൊണ്ട് പൂച്ച കണ്ണുനീർ തുടയ്ക്കുന്നതുപോലെ അഭിനയിച്ചു. പിന്നീട് അവൻ വീണ്ടും ചോദിച്ചു, നിനക്കെന്തെങ്കിലും വേണോ? നിനക്കിഷ്ടമുള്ള ഭക്ഷണം ഞാൻ കൊണ്ടുതരട്ടെ? പൂച്ചയുടെ ഈ കൃത്രിമ സ്നേഹവും അഭിനയവും ബുദ്ധിയുള്ള കോഴിയമ്മയ്ക്ക് ഉടൻ മനസ്സിലായി. അവൾ പതുക്കെ തല ഉയർത്തി പൂച്ചയെ നോക്കി ശാന്തമായി പറഞ്ഞു, നീ വന്നതിൽ സന്തോഷമുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ ഒന്നും വേണ്ട. നീ ഇവിടെ നിന്ന് കുറച്ച് അകലെയായാൽ മതി. അപ്പോഴാണ് എനിക്ക് കൂടുതൽ സമാധാനം കിട്ടുക. അത് കേട്ടപ്പോൾ പൂച്ചയ്ക്ക് വലിയ നാണമായി. തൻ്റെ കള്ളനാടകം കോഴിയമ്മ തിരിച്ചറിഞ്ഞുവെന്ന് അവന് മനസ്സിലായി. ഒന്നും പറയാതെ അവൻ തല കുനിച്ച് പതുക്കെ അവിടെ നിന്ന് നടന്നുപോയി. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പൂസിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.